Good afternoon. Good afternoon. Good afternoon. Video അങ്ങനെ ഓഫ് ചെയ്യാറില്ല. വോയിസ് മാത്രമേ മ്യൂട്ട് ചെയ്തിട്ടാറുള്ളൂ. ഓക്കെ, അവരൊക്കെ ഉണ്ട്. 10 പേരുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നോ? ഞാനൊന്ന് നമ്മുടെ ചാപ്റ്റർ അങ്ങനെ എടുത്തിട്ടുണ്ട്. 7ാമത്തെ ചാപ്റ്റർ അല്ലേ, ക്വാളിറ്റി മാനേജ്മെന്റ്, പേജ് നമ്പർ 50. ഇത് ഷെയർ ചെയ്തേക്കട്ടെ. ഇനി ഇതിന്റെ PDF എല്ലാവരും പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ പിള്ളേരെ? അപ്പൊ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. 7ാമത്തെ ചാപ്റ്റർ JCIയുടെ ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും PDF ഇവിടെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന നോട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാളിറ്റി മാനേജ്മെന്റ് എവിടെ വരെയായിട്ട് പറഞ്ഞ JCI അക്രഡിറ്റേഷൻ അല്ലേ പറഞ്ഞത്? JCI അക്രഡിറ്റേഷൻ ഈ ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞായിരുന്നു ഏതൊക്കെയാണെന്നുള്ളത്? 8 എണ്ണം പറഞ്ഞായിരുന്നോ? പറഞ്ഞു അല്ലേ? ഓക്കെ, അത് ജസ്റ്റ് നമ്മളത് പറഞ്ഞു വെച്ചു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ ആ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. JCI 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാ കൊടുക്കുന്ന അക്രഡിറ്റേഷൻ? JCI ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നുണ്ട്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസിന് കൊടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ലബോറട്ടറീസിന് കൊടുക്കുന്നുണ്ട്, ഹോം കെയർ ഫെസിലിറ്റീസിന് കൊടുക്കുന്നുണ്ട്, ലോങ് ടേം കെയർ ഫെസിലിറ്റിക്ക് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് കൊടുക്കുന്നുണ്ട്, പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, JCIയുടെ 5th എഡിഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. JCIയുടെ 5th എഡിഷൻ. JCI 5th, ഇത് തന്നെ PG ഒക്കെ ചെയ്യണ്ട എല്ലാവരും. അപ്പൊ PGയിലും ഇത് തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ 5ാമത്തെ മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ, ഒരു വലിയൊരു ചാപ്റ്റർ കിടക്കുന്നുണ്ട്. അതിനകത്ത് ഇത് തന്നെയൊക്കെയാണ് കേട്ടോ വന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ടെന്നുള്ളൂ. ഇതൊക്കെ അവിടെയും ഇത് വന്നതാണ്. ഓരോ സ്റ്റാൻഡേർഡുകളും ഒക്കെ PGയിൽ നമുക്ക് ഇത് തന്നെ പഠിക്കാനുള്ളതാണ്. JCIയുടെ 5th എഡിഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. JCI 5th എഡിഷൻ എഫക്റ്റീവ് ഫ്രം 1st April 2014. 2014 ഏപ്രിൽ 1-നാണ് ഫസ്റ്റ് എഡിഷൻ അത് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. 2014 ഏപ്രിൽ 1-നാണ് JCIയുടെ 5th എഡിഷൻ അതിന്റെ ഫസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. അതിനകത്ത് JCIയുടെ 5th എഡിഷനിൽ 4 സെക്ഷൻ ആക്കിയാ പറഞ്ഞേക്കുന്നത്. എത്രയാണ്? 4 സെക്ഷൻ. JCI 5th edition consists of 4 sections. ക്ലാസ്സിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഫാനെ കൂട്ടി കിടക്കുന്നത്, ഞാനതൊന്ന് കുറച്ചിട്ടേക്കാം. സൗണ്ട് കുറച്ച് സൗണ്ട് ആകുമ്പോൾ ഡിസ്റ്റർബ്. ഇപ്പൊ ഓക്കെ അല്ലേ? എനിക്ക് എന്തൊരു ഡിസ്റ്റർബൻസ് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഭയങ്കര സൗണ്ട് ആകുമ്പോഴേ ക്ലാസ്സിന് ചിലപ്പോ ഒരു മൂളല, ഒരു ഇച്ചിരി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവ് ചിലപ്പോ തോന്നാം. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ മാക്സിമം സൗണ്ടിൽ തന്നെ ഞാൻ പറയട്ടെ. ഇതിപ്പോ ഇന്നത്തെ 3ാമത്തെ ക്ലാസ് ആട്ടോ, രാവിലെ മുതൽ ക്ലാസ് ആയിരുന്നു. ഓക്കെ, JCIയുടെ 5th എഡിഷൻ 2014 ഏപ്രിൽ 1-നാണ് പ്രാബല്യത്തിൽ വന്നത്. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ഇനി 5th എഡിഷനിൽ 4 സെക്ഷനുള്ളത്, അതും ചോദിക്കാറുണ്ട് കേട്ടോ. JCIയുടെ 5th എഡിഷൻ കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻസ്. ഏതൊക്കെയാണ് ആ സെക്ഷൻസ് നിങ്ങൾ നോക്കി ആദ്യം. സെക്ഷൻ 1-ൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് ആണ്. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്.
അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് APR എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഏത് സെക്ഷൻ 1 വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യണം അക്രഡിറ്റേഷൻ കിട്ടാൻ? ഓക്കെ, ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അതായത് അക്രഡിറ്റേഷൻ, ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല് കൊടുക്കേണ്ട കാര്യങ്ങൾ, ഹോസ്പിറ്റല് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സെക്ഷൻ 1. ഇനി സെക്ഷൻ 2 എന്താ പറഞ്ഞേക്കുന്നത്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. രോഗിയെ, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളൊക്കെയാണ് സെക്ഷൻ 2 വന്നേക്കുന്നത്. അടുത്തത് ജസ്റ്റ് ആ സെക്ഷൻസ് ആദ്യം നോക്കാം കേട്ടോ. സെക്ഷൻ 3 നോക്കിയേ, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അതിനകത്ത് വരുന്നത്. അടുത്ത സെക്ഷൻ 4 ഏതാണ്? ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ഒരു മെഡിക്കൽ സ്കൂളുമായിട്ടൊക്കെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു മാനദണ്ഡങ്ങളും കാര്യങ്ങളോ വരുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 4 സെക്ഷനുകളും ഏതൊക്കെയാണ്? 5th എഡിഷനില് 4 സെക്ഷൻ ആണെന്നും ആ 4 സെക്ഷനുകള് ഏതൊക്കെയാണെന്നും നിങ്ങൾ ആദ്യം പഠിക്കണം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. സെക്ഷൻ 1 ഏതാ വന്നേ? JCAയുടെ 5th എഡിഷനിൽ സെക്ഷൻ 2 ഏതാ വരുന്നത്? അത് ആ 4 സെക്ഷനുകളും ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ പറയുന്നത്? നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. 4 സെക്ഷനും ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇനി സെക്ഷൻ 1 നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 1 വരുന്നത്. ഇനി സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കി. അത് നിങ്ങൾ എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ടേ അത് രീതിയിൽ വരുന്നതാണ്. ആ 2 രീതിയിൽ നോക്കാം. പേഷ്യന്റ്, അത് എളുപ്പമാണ്, നമുക്കത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് അതിന് ഏതൊക്കെയാ വരുന്നത്? അതിന്റെ എക്സ്പാൻഡഡ് ഫോംസ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. IPSG, എക്സ്പാൻഡ് IPSG എന്താ? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അത് കണ്ടറിയാലോ പേഷ്യന്റ് സെന്റേർഡിൽ വരുന്നതാണെന്ന്. ഓക്കെ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് ആണ് IPSG. ഓക്കെ ആണോ നോക്കട്ടോ. ഓക്കെ ആണോ? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, അതാണ് IPSG എന്ന് പറഞ്ഞത്. അന്താരാഷ്ട്ര തലത്തിലുള്ള പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ ലക്ഷ്യങ്ങളാണ് IPSG വരുന്നത്. രണ്ടാമത്തെയാണ് ACC. ACC എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചോദിക്കാം. അസസ് ടു കെയർ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ചികിത്സ, നമുക്ക് അതിലേക്കുള്ള പ്രവേശനം, അസസ് ടു കെയർ, ആ കെയറിലേക്കുള്ള പ്രവേശനം, ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി, ഇവിടെ തുടർച്ചയായ പരിചരണവും ആ കണ്ടിന്യൂറ്റിയും ഉറപ്പുവരുത്തുന്നത്, അതാണ് ACC എന്ന് പറയുന്നത്. PFR, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവരുടെ ഫാമിലിയുടെ അവകാശങ്ങൾ. ഓക്കെ, അതിനെ സംരക്ഷിക്കൽ, പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും അവകാശങ്ങളൊക്കെ സംരക്ഷിക്കൽ. അടുത്തതാണ് COP. COP എന്താ? കെയർ ഓഫ് പേഷ്യൻസ്, ആംബുലേറ്ററി ബേസിൽ കെയർ ഓഫ് പേഷ്യൻസ്. ആംബുലേറ്ററി എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് ബേസിൽ കൊടുക്കുന്നതാണ്. പേഷ്യൻസിന്റെ സുരക്ഷയാണ്. രോഗി പരിചരണം, അവർക്ക് വേണ്ട പരിശോധനകൾ, ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, അവർക്ക് വേണ്ട മെഡിസിൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതാണ് COP വരുന്നത്. ഓക്കെ, COP, കെയർ ഓഫ് പേഷ്യൻസ്.
കെയർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ അല്ലെ. നിങ്ങൾ അവിടെ എന്ത് നോക്കണം? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതാണെന്നും നോക്കണം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചാൽ മതി. ഓക്കെ ആണോ? എവിടെ പോയി ഈ പിള്ളേരൊക്കെ? ഓക്കെ, അഫ്സലക്കുട്ടി, സുചിത്രയൊക്കെ, നമ്മുടെ സുചിത്രയൊക്കെ ഫസ്റ്റ് തന്നെ ഇടുന്നതാണ് എപ്പോഴും. ഓക്കെ കൃപ, നിങ്ങൾ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താന്ന് അവിടെ നിന്ന് വന്നേന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാരി വരുത്തി പഠിക്കണ്ടല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതാണെന്നും ചോദിക്കാം. ഇനി അടുത്തത് നോക്കിയേ, ASC ആണ്, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ ആണ് ASC എന്ന് പറയുന്നത്. അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അനസ്തേഷ്യ കൊടുക്കുന്നതിനും പിന്നെ അതുപോലെ സർജറികളൊക്കെ നടത്തുന്നതിനും പാലിക്കേണ്ട സുരക്ഷിതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. വെറുതെ കൊടുക്കാൻ പറ്റൂല്ലോ. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുമ്പോഴും സർജിക്കൽ കെയർ കൊടുക്കുമ്പോഴും നമ്മൾ അവിടെ സുരക്ഷിതമായിട്ടുള്ള പാലിക്കേണ്ട മാനദണ്ഡങ്ങളാണ് ASC പറയുന്നത്. അടുത്തതാണ് MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. പേഷ്യൻസിന് വേണ്ട മരുന്നുകൾ കൊടുക്കുന്നതും അവ കൈകാര്യം ചെയ്യുന്നതും സുരക്ഷിതമായ നല്ല സേഫ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് എന്ന് ഉറപ്പാക്കുന്നതാണ് MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസസ്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ്. പിന്നെ അടുത്തതാണ് PFE, പേഷ്യൻസ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻസ്. പേഷ്യൻസിനും ഫാമിലിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുക, അങ്ങനെ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ ഇതെല്ലാം രീതിയിൽ വരുന്ന പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. ഓക്കെ, എനിക്കായിരുന്നു പറഞ്ഞത് IPSG, ACC, PFR, AOP, COP, ASC, FMU, PFE. ഓക്കെ, അടുത്ത നോക്കിയേ, സെക്ഷൻ 3 ആണ്. അതെന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ്. നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട, പേഷ്യന്റിന് ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ, പേഷ്യന്റുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. ഇവിടെ ഓർഗനൈസേഷനും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് നോക്കാം. ഒന്നാമതാണ് QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി ആണ് QPS എന്ന് പറയുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്കൊക്കെ ക്വാളിറ്റി, ഗുണനിലവാരം ഉയർത്തുക, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുക. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അടുത്ത നോക്കിയേ, PCI, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. PCI ലബോറട്ടറി എന്ന് കൊടുത്തിട്ടുണ്ട്. PCI, പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് ഇൻഫെക്ഷൻ. അതായത് നമുക്ക് എന്താണ് പ്രിവെൻഷൻ? പ്രിവെന്റ് ചെയ്യുക, തടയുക. അത് കൺട്രോൾ, ഇൻഫെക്ഷൻ തടയുക. ഇപ്പൊ ലബോറട്ടറി ബേസിൽ കേട്ടോ, നമ്മളിപ്പോ ലാബിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ പോകുമ്പോഴേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങളാണ് ലബോറട്ടറിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്താണ് GLD, ഗവൺമെന്റ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ. എന്തിനാ? ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ, ഭരണം, നേതൃത്വം, ശരിയായിട്ടുള്ള ഡയറക്ഷൻ എന്നീ കാര്യങ്ങൾ ഉറപ്പാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ്. GLD എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ. FMSO, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. എക്സ്പാൻഡ് FMS എന്നുള്ളതൊക്കെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ആണ്. ഫെസിലിറ്റി ഹോസ്പിറ്റൽസിൽ നമ്മൾ അതിന്റെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ്, ഇതൊക്കെ ആയിട്ട് അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള പരിപാലനവും സുരക്ഷയുമാണ് FMS. ഫെസിലിറ്റി ആണ് കേട്ടോ, അവിടുത്തെ ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുക. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, SQE, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻസ് അതുമായിട്ടൊക്കെ, അല്ലാതെ ആർക്കും പോയി ജോലി ഒന്നും ചെയ്യാൻ പറ്റൂല. ഓരോ ജോലിക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാനദണ്ഡങ്ങളാണ് ഏതിൽ വരുന്നത്, ഈ സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് വരുന്നത്. പിന്നെ ലാസ്റ്റത്തെയാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI. മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI. എന്താണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ? പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റൽസ് പേഷ്യൻസിന്റെ വിവരങ്ങളും ആശുപത്രിയിലെ മറ്റ് റെക്കോർഡുകൾ കാര്യങ്ങള് ഇത് കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും വേണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ. അപ്പൊ അതൊക്കെയാണ് സെക്ഷൻ 3 വരുന്നത്. പെട്ടെന്ന് നോക്കിയേ. QPS, PCI, GLD, FMS, then SQE, then MOI, Management of Information. Then അടുത്തത് സെക്ഷൻ 4 ആണ്. അതിലെന്താ പറഞ്ഞേക്കുന്നത്? അക്കാദമിക് ആൻഡ് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 4 വരുന്നത്. അതിന് രണ്ടെണ്ണമുള്ളൂ. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, മെഡിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒക്കെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട പഠനവും പ്രൊഫഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, HRP, ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം ആണ് HRP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ മനുഷ്യരിലൊക്കെ എന്തെങ്കിലും റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളും പരിശീലനങ്ങളും ഒക്കെ എങ്ങനെയാ നിയമപരമായിട്ട് തന്നെ, അത് നിയമപരമായിരിക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കേണ്ട മാനദണ്ഡങ്ങളാണ് അതിൽ പറയുന്നത്, HRP എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 സെക്ഷനുകളായിട്ടാണ് JCIയുടെ 5th എഡിഷൻ വരുന്നത്. അപ്പൊ നിങ്ങള് ഇത് 3 രീതിയിൽ നമ്മൾ പറയുക. അതായത് എത്ര സെക്ഷൻ ആണെന്ന് വെച്ചാൽ 4 സെക്ഷൻ ആണ്. ആ 4 സെക്ഷൻ 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാണെന്ന് പറയണം. പിന്നെ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിച്ചാലും പറയണം. പിന്നെ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഇതിനകത്ത് FMS ഏതിനകത്ത് വന്നിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സെക്ഷനിൽ വന്നിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയണം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്, അത് സെക്ഷൻ 3 വരുന്നതാണ്. അതായത് സെക്ഷൻ 3 ഇതാണെന്നുള്ളതും അങ്ങനെയും മനസ്സിലാക്കി വെക്കണം. ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന്, ഒരുപാട് ഡീറ്റെയിൽ ഒന്നും നോക്കല്ല, നമ്മൾ ആ ഹെഡിങ് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് വായി വരച്ചൊന്നും അവിടെ പഠിക്കണില്ല. ഓക്കെ ആണോ? ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയോ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ പേഷ്യന്റ് സേഫ്റ്റി എന്തായാലും മാറിപ്പോവില്ല. അത് എല്ലാത്തിലും പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്ത് പറയാം. പിന്നെ സെക്ഷൻ 4 കുഴപ്പമില്ല, 2 ഉള്ളൂ. പിന്നെ 3ഉം 2ഉം ഒന്ന് നോക്കിയേ വെച്ചാൽ മതി. അത് പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റത് ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അത്രയും നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ ഒരുവിധമൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ ആണോ പിള്ളേരെ? ഓക്കെ. ഇനി അടുത്ത JCIയുടെ 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. ഈ JCIയുടെ 5th എഡിഷൻ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിൽ ഇവിടെ 285 സ്റ്റാൻഡേർഡുകളും 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സുമാണ് വന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. JCIയുടെ 5th എഡിഷനിൽ 285 സ്റ്റാൻഡേർഡ്സ് ആണ്, 1160 മെഷറബിൾ എലമെന്റ്സ്. ഇത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ എഡിഷനും ഇതിനകത്ത് സ്റ്റാൻഡേർഡ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. പുതിയ ഇത് കാര്യങ്ങൾ വരുമ്പോഴേ അതിനനുസരിച്ച് വേരിയേഷൻസ് അവിടെ ഉണ്ടാകാം. എങ്കിലും നമുക്ക് പഠിക്കാൻ തന്നേക്കുന്ന 5th എഡിഷനിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഓപ്ഷൻസ് വരികയാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടോ. അവിടെ ഒരു കൺഫ്യൂഷൻ ആവണ്ട, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മെഷറബിൾ എലമെന്റ്സ് എന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. മെഷറബിൾ എലമെന്റ്സ്, ഈ സ്റ്റാൻഡേർഡുകൾ JCIയുടെ ഈ മാനദണ്ഡങ്ങൾ, ഈ സ്റ്റാൻഡേർഡുകളെ മെഷർ ചെയ്യാനുള്ളതാണ് മെഷറബിൾ എലമെന്റ്സ്. 1160 മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. ഇനി റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഇനി ഈ സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാ പുനഃപരിശോധിക്കുന്നത്? എങ്ങനെയാ റിവിഷൻ എങ്ങനെയാ? The standard will be re-examined and published at least
3 years. Every 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു, അതിന്റെ സ്റ്റാൻഡേർഡുകൾ പുനഃപരിശോധിക്കുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, ഒരു പ്രാവശ്യം JCI അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തോളം അത് നിൽക്കൂല. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ JCI അതിന്റെ മാനദണ്ഡങ്ങൾ റീഎക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും അത് അക്രഡിറ്റേഷൻ അങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അത് റീഎക്സാമിൻ ചെയ്യുന്നത് every 3 years. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. The standard will be re-examined and published at least every 3 years. ഇനി അടുത്തത് JCI സർവേ മെത്തഡോളജി ആണ്. JCI സർവേ മെത്തഡോളജി. സർവേസ് ഒക്കെ എടുക്കാൻ അല്ലേ, സർവേകള് ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡേർഡുകളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത് സർവേയിലൂടെയാണ്. ഇപ്പൊ പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ് സെക്ഷൻ 2 നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓക്കെ ആണെന്ന് ആരോട് ആരുടെ അടുത്ത് പേഷ്യൻസിന്റെ സർവേ എടുക്കണ്ടേ? അവരിൽ നിന്നല്ലേ നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്വാളിറ്റി സർവീസ് കിട്ടുന്നുണ്ടോ, എത്രത്തോളം ഇതുണ്ട്, ഓരോ കാര്യങ്ങൾ നമുക്ക് സർവേയിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ JCI ഉപയോഗിക്കുന്ന സർവേ മെത്തേഡുകളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. Thorough survey process become operational. Typical survey team underline ചെയ്തത്, ഒരു സർവേ ടീമില് ഇൻക്ലൂഡ് ചെയ്യുന്നവരാരല്ല. JCIയുടെ ഒരു സർവേ ടീമില് ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരൊക്കെ ഉള്ളതെന്നൊക്കെ, ഫിസിഷ്യൻ ഉണ്ട്, നേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ് ഫിസിഷ്യൻ, നേഴ്സസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഇനി സർവേയേഴ്സ് എന്ന് പറഞ്ഞാൽ സർവേ എടുക്കുന്നവര്. അസസ് ദ വേരിയസ് യൂണിറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് ദെയർ ഫൈൻഡിങ്. സർവേയേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ഓർഗനൈസേഷനിലെ പല യൂണിറ്റുകള് അല്ലെ, അതിനെ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്തിട്ട് അവരുടെ കണ്ടെത്തലുകള് ഡിസ്കസ് ചെയ്യുന്നു. ഫൈൻഡിങ്സ്, അവരുടെ കാഴ്ചപ്പാടുകൾ അവര് ഡിസ്കസ് ചെയ്യുക. Then surveyors conduct a complete system analysis on integration and coordination of care process. ഇനി സർവേയേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ സർവേയേഴ്സ് അവര് എന്ത് ചെയ്യുന്നു, പല യൂണിറ്റുകളെ അസസ് ചെയ്യാണ്. ഒരു ഓർഗനൈസേഷന്റെ പല യൂണിറ്റുകള് അതിനെ അസസ് ചെയ്യുകയും അത് അവരുടെ ഫൈൻഡിങ്, അവരുടെ കണ്ടെത്തലുകള് എന്തൊക്കെയാണെന്ന് അവര് സർവേയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഇനി ഈ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് എങ്ങനെയാ, ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ പ്രോസസ്. ഒരു പരിചരണ പ്രക്രിയകള് അതിനെ സംയോജിപ്പിച്ചും അതിനെ ഏകോപിപ്പിച്ചുകൊണ്ടും ഒരു കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് നടത്തുക ചെയ്യുന്നത് അവിടെ. Surveys conduct a complete system analysis എങ്ങനെ, on integration and coordination of care processes. ഇനി അവിടെ നമ്മൾ ആ സർവേ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരാന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച പാരഗ്രാഫിൽ. ഇനി അക്രഡിറ്റേഷൻ സർവേസ് എങ്ങനെയൊക്കെയാണ് നോക്കി. അക്രഡിറ്റേഷൻ സർവേസ് എങ്ങനെയൊക്കെയാണ് സർവേ നടത്തുന്നത്, എങ്ങനെയൊക്കെയാ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ സെൻസസ് എടുക്കാനോ സർവേ ഒക്കെ എടുക്കാൻ വരും. എങ്ങനെയൊക്കെയാണ് അവിടെ സർവേ ചെയ്യുന്നത്? നമ്മൾ അവരിൽ നിന്നുള്ള ഡേറ്റാസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനല്ലേ. എങ്ങനെയാ സർവേ എടുക്കുന്നേ? ക്വസ്റ്റ്യനെയർ ആയിട്ട് അല്ലെ, ക്വസ്റ്റ്യനെയർ ആയിട്ട് നമുക്കോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മൾ ഒന്നില്ലെങ്കിൽ അവരത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പോലെ നമുക്കത് എന്തൊക്കെയാണ് എസ് ഓർ നോയോ അല്ലെങ്കിൽ ടിക്ക് ഇടാനുള്ള ഒരു ഓപ്ഷനോ അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യനെയേഴ്സ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഫെസിലിറ്റി ഉണ്ടല്ലോ, നമുക്ക് സർവേ എടുക്കാം, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക, അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും ഇതൊക്കെ കിട്ടും. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോരുമ്പോൾ അങ്ങനെ നമ്മൾ ഒരു സർവേ ഇത് തരാറില്ലേ നമുക്ക്, ആ ഹോസ്പിറ്റൽ സർവീസിൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അല്ലെ, എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഓരോ ഇതും നിങ്ങൾ എത്രത്തോളം ഇതാണെന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ ഒരു ഫോം ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ കൊണ്ടു തരാറില്ലേ.
അവരതൊന്ന് അസസ് ചെയ്യാനാ. ഇനി നമ്മുടെ ആ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അല്ല അവരുടെ ഭാഗത്തുള്ള വ്യൂസ്, ഹോസ്പിറ്റലിന്റെ അവർക്ക് ആ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നുള്ള വ്യൂസ് അതൊക്കെ നോക്കിയിട്ട് വേണം അസസ് ചെയ്യാൻ. എന്നിട്ട് അപ്പൊ അവര് ചില ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ പറയൂലേ, പ്രശ്നങ്ങളൊക്കെ പറയുമ്പോ എന്ത് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നോക്കിയിട്ട് വേണം അവർക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഇങ്ങനെയൊന്നും ചെയ്യാറില്ലേ? ഇങ്ങനെ സർവേ എടുക്കാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റലിലെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മോശം അയ്യോ അവിടത്തെ ഇത് കൊള്ളില്ലായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ബെറ്റർ ആക്കാൻ വേണ്ടിയാവും. ഇവിടെയും അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കണേന് അതിന്റെ ഒരു ഭാഗമാണ് ഈ സർവേ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് കുറെ ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പേഷ്യന്റ് എത്രത്തോളം അതിന്റെ സർവീസ് ക്വാളിറ്റി ഇതിലൊക്കെ എത്രത്തോളം ഇതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് സർവേനെ ബേസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണം, ഈ ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കൊടുക്കണോ എന്നുള്ളതൊക്കെ അവര് തീരുമാനിക്കാൻ പറ്റും. ഈ അക്രഡിറ്റേഷൻ സർവീസിൽ ഒന്നാമത്തെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഇന്റർവ്യൂ നടത്താണ്, നേരിട്ട് നടത്താണ്, വെർബലായിട്ട്. ഇപ്പൊ നേരിട്ട് നമ്മൾ ചോദിക്കും, പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ പറയും. അതാണ് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. രണ്ടാമത് നോക്കിയേ, ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേയേഴ്സ്. ഇനി എന്താണെന്നറിയോ, രണ്ടാമത്തെ എന്താ? ഓൺ സൈറ്റ് ഒബ്സർവേഷൻ. ആ കറക്റ്റ് സൈറ്റില് ആ കറക്റ്റ് ഇതിനകത്ത് പോയിട്ട് നേരിട്ട് കണ്ടിട്ട് അവര് സർവേയേഴ്സ് അതിനെ അസസ് ചെയ്യും. ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ്. പേഷ്യന്റ് കെയർ പ്രോസസ് നേരിട്ട് ഒബ്സർവ് ചെയ്യുന്നു, ഓൺ സൈറ്റ് ഒബ്സർവേഷൻ നടത്തുന്നു. അടുത്ത നോക്കിയ പോളിസീസ്, പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടിക്കൽ ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. പിന്നെ എങ്ങനെ അസസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഹോസ്പിറ്റലിലെ പോളിസികള് അല്ലെങ്കിൽ അവിടുത്തെ പ്രൊസീജിയറുകള്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ്, മറ്റുള്ള ഡോക്യുമെന്റ്സുകള്, ഇതൊക്കെ ഓർഗനൈസേഷൻ കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അക്രഡിറ്റേഷൻ സർവേ എടുക്കാം. 3 രീതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കണേ. ഒന്നാമത്തെ ഇന്റർവ്യൂ, നേരിട്ടുള്ള ഒരു വെർബൽ ഇൻഫർമേഷൻ. രണ്ടാമത്തെ ഓൺസൈറ്റ് ഒബ്സർവേഷൻ. പിന്നെ അടുത്തതാണ് പോളിസി, പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് and other documents provided by the organization. ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകൾ അതൊക്കെ എക്സാമിൻ ചെയ്തുകൊണ്ടും നമുക്ക് സർവേ നടത്താം. ഓക്കെ ആണോ? നോക്കിയേ കാര്യങ്ങള് ഒരുപാട് വലിയതൊന്നും ഇല്ല, ഇതെല്ലാം കുഞ്ഞു 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 കാര്യങ്ങളാക്കിയാ കൊടുത്തേക്കണേ. ഓക്കെ, ഇനിയുണ്ടല്ലോ, ഇനി ആ സ്കോർ ചെയ്യണേ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ നിങ്ങള്. ഇതൊന്നും ഇപ്പൊ എക്സാമിനൊന്നും സ്കോറിങ്ങിന്റെ ഇതൊന്നും എത്ര സ്കോറാ കൊടുക്കണേ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് സർവേ റിസൾട്ട് സ്കോർ ചെയ്യണേന്ന്. Each standard must contain a scoring of at least 5. ഓരോ സ്റ്റാൻഡേർഡും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് എത്ര സ്കോർ വേണം? സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. കണ്ടെയ്നിങ് ദ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓക്കെ, ഇനി അവിടെ നോക്കിയേ, ഈച്ച് ചാപ്റ്റർ, അപ്പൊ സ്റ്റാൻഡേർഡ് ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിനും എത്രയാണ്? മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഓരോ ചാപ്റ്ററിനും എത്ര വേണം? 8 സ്കോറുകൾ ഉണ്ടായിരിക്കണം. അത് നമ്മള് ഏതാണ് ലാബിന്റെ ആ സെക്ഷൻ എടുത്തപ്പോ മിസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. 10 സ്റ്റാൻഡേർഡ്സ്, 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ആ ഒരു 3 കാറ്റഗറി ആയിട്ട് അത് നമ്മുടെ PG-യിലും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഇതിനകത്ത് വന്നുണ്ട്. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, നാബിന്റെയില് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്, അങ്ങനെയാണ് ആ നാബിനകത്ത് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് ഓരോ സ്റ്റാൻഡേർഡിനും എത്രയായിരിക്കണം?
5 ഇത് വേണം. ഓരോ സ്റ്റാൻഡേർഡിനും സ്കോറിംഗ് അറ്റ്ലീസ്റ്റ് 5 ആയിരിക്കണം. ഓരോ ചാപ്റ്ററിനും സ്കോറിംഗ് 8 ആയിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. ഇനി എല്ലാ സ്റ്റാൻഡേർഡും കൂടി എടുക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് 9 ആയിരിക്കണം. എല്ലാ സ്റ്റാൻഡേർഡ്സും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡ്സ് 100 സ്റ്റാൻഡേർഡ്സ് എന്നാണ് രാവിലെ പറഞ്ഞത്. JCIയുമായിട്ട് ബന്ധപ്പെട്ട JCIയുടെ സർവേ ഇതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡും കൂടി വരുമ്പോൾ അതിന്റെ ആവറേജ് 9 ആയിരിക്കണം. ഇനി അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ആവറേജ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ലഭിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മെഷറബിൾ എലമെന്റ്സും ശരാശരി ആയിരിക്കണം. ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ലഭിക്കാൻ എല്ലാ മെഷറബിൾ എലമെന്റ്സും എങ്ങനെയായിരിക്കണം? ആവറേജ് ആയിരിക്കണം. അതായത് നമ്മൾ ആദ്യം നമുക്ക് ചാപ്റ്ററുകളെയാണ്. ആദ്യം മൊത്തം 10 ചാപ്റ്ററുകളാണ് ഉള്ളത്. നാബിന്റെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് തന്നേക്കണേ. നാബ് സ്റ്റാൻഡേർഡ്സിന്റെ ആണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ JCMB ആണെങ്കിൽ നമ്മള് ഓരോ എന്താണ് എഡിഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ക്ലിയർ ആവാനാണ് ഞാൻ പറയുന്നത്. നാബിന്റെയിലാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡുകളാണ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മൊത്തത്തിൽ 10 ചാപ്റ്ററുകൾ അവിടെയാണ്. 10 ചാപ്റ്റർ. അതിനകത്ത് എന്തുണ്ട്? ആ 10 ചാപ്റ്ററിൽ 100 സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? അപ്പൊ അതിനകത്ത് നമുക്ക് പേഷ്യന്റ് സെന്റേർഡ് നാമിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ ഒന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി അത് ഇതാക്കും. ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇവിടെ കണ്ടു നാമിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കി. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. അങ്ങനെ നാമിന്റെ ഇതിന് 10 ചാപ്റ്ററുകളുള്ളത് കണ്ടോ? 10 ചാപ്റ്ററുകൾ. ആ 10 ചാപ്റ്ററിലും നമ്മൾ എന്തുണ്ടെന്ന് അറിയോ? ആ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതായത് ഇപ്പൊ പേഷ്യന്റ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതില് ഓരോന്ന് കണ്ടോ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ കണ്ടില്ലേ? അത് ഒന്നാമത്തെ. കെയർ ഓഫ് പേഷ്യന്റ് 2. അങ്ങനെ 5 എണ്ണം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതും ഇവിടെ ബാക്കി 5 എണ്ണം ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതും. അങ്ങനെ 10 എണ്ണം. ഇനി അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയറിലെ അതിന്റെ കീഴില് വിധിയുണ്ട്. അതാണ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. AAC1, AAC2, AAC3 അങ്ങനെ 40 പഠിക്കാണ്ട്. അത് നിങ്ങൾ PGയിൽ അവിടെ ഡീറ്റെയിൽ പഠിക്കണ്ട ഓരോന്നിനും. COP1, COP2, COP3 അങ്ങനെ 100 എണ്ണം നമുക്ക് അവിടെ പഠിക്കാണ്ട്. 100 സ്റ്റാൻഡേർഡ്സും നമുക്ക് അവിടെ പഠിക്കാണ്ട്. അപ്പൊ നോക്കാം, ആദ്യം ഏതാ ചാപ്റ്ററുകള്, പിന്നെ അതിനകത്ത് സ്റ്റാൻഡേർഡുകള്. ഈ സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യാൻ ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അങ്ങനെ ഒന്ന് മനസ്സിലൊന്ന് വന്നേ, മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. അവിടെ ആദ്യം ചാപ്റ്ററുകൾ. എത്ര ചാപ്റ്റർ എന്നാ പറഞ്ഞ നാബിന്റെ ആണെങ്കിൽ? എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. 10 ആണ് അല്ലെ? 10 ചാപ്റ്ററുകളാണ് ഉള്ളത്. അതില് പിന്നെ എന്തുണ്ട്? ആ 10 ചാപ്റ്ററിലും ഓരോന്നും 100 സ്റ്റാൻഡേർഡ്. ഇനി അതിനെ മെഷർ ചെയ്യാൻ, ആ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉള്ളത്. അങ്ങനെ 3 ഈക്വലൈസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡിന് 5 സ്കോർ. ചാപ്റ്ററിന് ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8 സ്കോർ എങ്കിലും ഓരോ ചാപ്റ്ററിന് നമുക്ക് അവിടെ കിട്ടണം. ഇനി സ്റ്റാൻഡേർഡ് എല്ലാ സ്റ്റാൻഡേർഡും കൂടി കൂട്ടി ആവറേജ് 9 ആയിരിക്കണം. അങ്ങനെയാണ് ആ സ്കോറിംഗ് കൊടുക്കുന്നത്. ഇനി മെഷറബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? എലമെന്റ്സ് ആവറേജ് ആയിരിക്കണം. ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടണമെങ്കിൽ എന്ത് വേണം? മെഷറബിൾ എലമെന്റ്സ് ആവറേജ് ആയിരിക്കണം. മനസ്സിലായോ? ഇതില്ല മൂന്നാമത്തെ സെക്ഷൻ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിനെ മെഷർ ചെയ്യാൻ, സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പൊ മെഷറബിൾ എലമെന്റ്സ് ആവറേജ് ആണെങ്കിലാണ് സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടുള്ളൂ. ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആണെങ്കിലാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് വരുള്ളൂ. അങ്ങനെ അത് കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇതിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് നോക്കി വെക്കാം. ഇനി സ്കോറിംഗ് ഓഫ് സർവേ റിസൾട്ട് സ്കോർ ചെയ്യുന്നത് നോക്കിയേ. ഈച്ച് മെഷറബിൾ ഇലമെന്റ് ഈ സ്കോർഡ്. ഓരോ മെഷറബിൾ ഇലമെന്റ്സും സ്കോർ ചെയ്യും. മെറ്റ് അത് സ്കോർ ചെയ്യുന്നത് നമ്മൾ അത് മെറ്റ് എന്ന് വെച്ചാൽ എന്താ ചെയ്തത്? സ്കോർ ചെയ്തത്. അപ്പൊ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തതിന് 10 മാർക്ക്.
പാർഷ്യലി മെറ്റ് പകുതി സ്കോർ ചെയ്തതിന് 5, പകുതി അതിന്റെ പകുതി. നോട്ട് മെറ്റ് ഇറ്റ് ഇസ് നോട്ട് സ്കോർഡ്, സ്കോർ ചെയ്യാത്തത്, അതായത് ക്വസ്റ്റ്യൻസ് വിച്ച് ആർ നോട്ട് ആൻസേർഡ്. ആൻസർ ചെയ്യാത്തതല്ല സ്കോർ ചെയ്യാത്ത എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആൻസേർഡ് അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതാണെങ്കിൽ, എല്ലാവരും ആൻസർ ചെയ്താണെങ്കിൽ 10 എണ്ണം, പാർഷ്യലി ആണെങ്കിൽ 5 എണ്ണം, ഇനി ആൻസർ ചെയ്യാത്തതാണെങ്കിൽ 0. അങ്ങനെയാണ് ആ വാല്യൂ അവിടെ കൊടുക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഓൾ സ്റ്റാൻഡേർഡ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. അതായത് ഈ ചാപ്റ്ററിന് നമുക്ക് സ്കോർ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, എല്ലാ സ്റ്റാൻഡേർഡും ആവറേജ് ആയിരിക്കും. എല്ലാ സ്റ്റാൻഡേർഡ്സും ആവറേജ് ശരാശരി ഉണ്ടെങ്കിൽ മാത്രമേ ചാപ്റ്ററിന് സ്കോർ കിട്ടുള്ളൂ. ഇനി ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ഓവറോൾ സ്കോർ. ഇനി മൊത്തത്തിലുള്ള സ്കോർ ലഭിക്കുന്നതിന് എല്ലാ ചാപ്റ്റേഴ്സും ശരാശരി ആയിരിക്കണം. ആവറേജ് ആണെങ്കിലാണ് ഓവറോൾ സ്കോറും അതിൽ ലഭിക്കുള്ളൂ. സ്കോറിംഗ് ഓഫ് സർവേ റിസൾട്ടും സ്കോറിംഗ് ദ സർവേ റിസൾട്ട് എന്നുള്ള രണ്ടെണ്ണല്ലേ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് നോക്കി വെച്ചോളൂ. അക്രഡിറ്റേഷൻ സർവേ ഏതൊക്കെയാണുള്ളത്, ഇന്റർവ്യൂ, ഓൺസൈറ്റ് ഒബ്സർവേഷൻ, പിന്നെ പോളിസി പ്രൊസീജിയർ, ആ ഡോക്യുമെന്റ്സുകൾ, മറ്റുള്ള ഡോക്യുമെന്റ്സ്, ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റുള്ള ഡോക്യുമെന്റ്സ്, അതൊക്കെ നമുക്ക് ആ ഒരു സർവേയില്, അക്രഡിറ്റേഷൻ സർവേയില് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തായാലും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇതിൽ കൂടുതൽ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. 10 ചാപ്റ്റർ ഉണ്ട്. നാബിന്റെ ആണ് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത്. അവിടെ ചാപ്റ്റർ ആദ്യം, അതിന്റെ കീഴില് സ്റ്റാൻഡേർഡുകള്, പിന്നെ അതിന് മെഷർ ചെയ്യാനായിട്ടാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഇരിക്കുന്നത്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആവറേജ് ആണെങ്കിലേ സ്റ്റാൻഡേർഡിന് കിട്ടുള്ളൂ സ്കോർ. സ്റ്റാൻഡേർഡ് ആവറേജ് ആണെങ്കിലാണ് ചാപ്റ്റേഴ്സിന് വരുന്നത്. ഓക്കെ ആണോ? ഏകദേശം ഒന്ന്. പിന്നെ അതിന് സ്കോർ ചെയ്യുമ്പോൾ, സർവേ റിസൾട്ട് സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ആൻസർ ചെയ്തതിന് എത്ര മാർക്ക് കൊടുക്കും അവിടെ? 10. പാർഷ്യലി മെറ്റ് പകുതി ആൻസർ ചെയ്തുള്ളൂ, പകുതി ക്വസ്റ്റ്യൻസേ ആൻസർ ചെയ്തുള്ളൂ, അതിന് 5 മാർക്ക്. നോട്ട് മെറ്റ് എന്ന് പറഞ്ഞ ഈ ആൻസർ അത് ചെയ്യാത്തത്, അങ്ങനെയുള്ളതിന് 0. ഓക്കെ ആണോ എന്നൊന്ന് നോക്കി പിള്ളേരെ. ഓക്കെ ആണോ? ഓക്കെ, അത് വലിയ ഇമ്പോർട്ടന്റിലേക്ക് അല്ലെങ്കിൽ അതിന് അങ്ങനെ ഇപ്പൊ നമുക്ക് എത്ര മാർക്ക് കൊടുക്കണേ അങ്ങനെയൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല കേട്ടോ അതിന് ആ സെക്ഷനിലൊന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് അതിലേക്ക് ഫോഴ്സ് ചെയ്യണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കുക. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് JCIയുടെ 5th എഡിഷനില് നമ്മൾ 285 സ്റ്റാൻഡേർഡ്, 1160 മെഷറബിൾ എലമെന്റ്സ്, അത് അണ്ടർലൈൻ ചെയ്തല്ലോ. അണ്ടർലൈൻ ചെയ്തില്ലേ? ഇനി സ്റ്റാൻഡേർഡ്സ് റീ എക്സാമിൻ ചെയ്യുന്ന ആൻഡ് പബ്ലിഷ്ഡ് ഇൻ എവരി 3 years. JCIയുടെ സ്റ്റാൻഡേർഡ്സ് വിൽ ബി റീ എക്സാമിൻ ആൻഡ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് 3 years. അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ഈ സർവേ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തവർ ആരൊക്കെയാണെന്നുള്ളത് അത് നോക്കണം. ഫിസിഷ്യൻ, നേഴ്സസ്, അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ അടുത്ത് JCIയുടെ സർവേസ്. അങ്ങനെ ആ 4 എണ്ണമാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞത്. അത്രയും നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ 4 ക്വസ്റ്റ്യനും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ അത്. ഓക്കെ. ഇനി അടുത്തത് നാബിനെ കുറിച്ചാണ്. നാബ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ഒന്ന് നോട്ട് ചെയ്തോളണം. അവിടെ പഠിച്ചതാണല്ലോ അല്ലെ? നാബിന്റെ അത് പഠിച്ചപ്പോ നിങ്ങൾ കുറെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബ് എന്ന് പറയുന്നത് നാഷണൽ ലെവലില്, അത് ഓർക്കുക. ഈ നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. നാഷണൽ ലെവലിലാണ്. എന്നാൽ JCI ആണെങ്കിലോ
ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI എങ്ങനെയാ? ഇന്റർനാഷണൽ ലെവലിൽ അന്താരാഷ്ട്ര തലത്തില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് JCI. അത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചേ. എക്സാമ്പിൾ ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കും. അത് മാറിപ്പോരാ, പേരിൽ നിന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക്. നാഷണൽ ലെവലില് ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കൊടുക്കാനാണെങ്കിൽ NAB, ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് JCI എന്ന് പറയുന്നത്. അപ്പൊ NABനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, NAB. The NAB standards are reformed every 4 years, and now the hospital implements 5th edition standards April 2020. ഒന്ന് നോക്കിയേ, ഈ NABന്റെ സ്റ്റാൻഡേർഡുകൾ റിഫോം ചെയ്യുന്നത് എത്ര വർഷം കൂടുമ്പോ? every 4 years. ഒന്ന് അനലൈസ് ചെയ്തോട്ടോ. അത് ഇത് ശ്രദ്ധിച്ചു നോക്കണം. JCI നമ്മൾ 3 എന്നാ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ NAB standards are reformed every 4 years, and now the hospital implement ചെയ്യുന്നത് 5th edition standard, that is April 2020. അപ്പൊ ഇപ്പൊ എത്രാമത്തെ എഡിഷനാ നമ്മൾ ഫോളോ ചെയ്യുന്നത്? അപ്പൊ ഇപ്പൊ എത്രാമത്തെയാണ്? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലുകൾക്ക് എത്രാമത്തെ എഡിഷൻ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? 6th edition. Okay, very good. 6th edition ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 years അല്ലേ? 2020 to 2024. അത് 5th edition. Then അടുത്ത 24 ഒഴികെ 28, 2028 വരെ ഏതാ? 6th edition സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റലില് 6th edition സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി അവിടെ നോക്കിയേ, NAB standard centers on രണ്ട് കാര്യങ്ങൾ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസ്. NABന്റെ എംബ്ലത്തിൽ തന്നെ ഇല്ലേ? അതും ഇതൊക്കെ പഠിക്കാണ്ട് കേട്ടോ. PGയിൽ അക്രഡിറ്റേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് PGയിലുണ്ട്. അവിടെ ആ ഇപ്പൊ നിങ്ങളാണെങ്കിലും എന്താ പറയാ, NABന്റെ ആ ഒരു എംബ്ലം അതിൽ കൊടുത്തേക്കുന്ന സിമ്പലാണ് രണ്ട് കാര്യങ്ങൾ: പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസ്. അവര് കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി, പേഷ്യന്റിന്റെ സുരക്ഷ, ഈ രണ്ട് കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് 4 years എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Then our standards are reformed every 4 years. And now hospital implement. ഇപ്പൊ നമ്മൾ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്ന 6th edition തന്നെയാണ് കേട്ടോ. Then എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതിനെന്താ ഫോക്കസ് ചെയ്തേക്കുന്നത്? NAB സ്റ്റാൻഡേർഡ്സ് ഫോക്കസ്. NAB സ്റ്റാൻഡേർഡ് സെന്റേഴ്സ് ഓൺ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്: പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് സർവീസും. ക്വാളിറ്റി ഓഫ് ഡെലിവറി, delivery of service by the quality of service of delivery by given by the hospital in changing healthcare environment. NAB is given by an autonomous body set up by the government of India known as Quality Council of India. Underline ചെയ്തിട്ടേ, Quality Council of India. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ് NAB എന്ന് പറയുന്നത്. അതിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് NAB എന്ന് പറയുന്നത്. ഇസ് ആൻ ഓട്ടോണമസ് ബോഡി സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോൺ ആസ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, which is the standard making body in India. ഇന്ത്യയില് മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അത് മാനദണ്ഡങ്ങള് നിശ്ചയിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് NAB എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ് NAB എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അതാണ് NABനെ ഇന്ത്യയിലെ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗമാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് NAB എന്ന് പറയുന്നത്. ഇസ് ആൻ ഓട്ടോണമസ് ബോഡി സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ known as Quality Council of India, which is the standard making board in India. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ്. ഇനി NAB ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതും കൂടി നോട്ട് ചെയ്യണം കേട്ടോ.
set up by the Government of India known as Quality Council of India. In NAV mainly divide the hospitals into two main divisions. രണ്ട് പ്രധാന divisions ആയിട്ട് NAV ഹോസ്പിറ്റലുകളെ തിരിച്ചിട്ടുണ്ട്. NAV mainly divides the hospital into two main divisions. ഒന്നാമത്തെയാണ് SHCO, Small Health Care Organization. Small Health Care Organization. SHCO. അത് എത്ര up to എത്ര ബെഡാണ് നോക്കിയേ 50. With less than, അതായത് 50 ബെഡിൽ താഴെ കേട്ടോ. അതായത് കമ്മ്യൂണിറ്റി സെന്റർ, ഹെൽത്ത് സെന്റർ ഒക്കെ വരൂലേ 50 ബെഡിൽ താഴെ. അപ്പൊ NAV ഹോസ്പിറ്റലുകളെ രണ്ട് പ്രധാനപ്പെട്ട ഡിവിഷൻസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഹോസ്പിറ്റൽസിനെ എല്ലാം ഒറ്റ ഇതായിട്ടല്ല, ഹോസ്പിറ്റലുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് SHCO എന്ന് പറയുന്നത്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. Small health care organization with less than 50 beds. 50 beds താഴെ. With less than 50 beds. ഇനി HCO എന്ന് പറഞ്ഞാലോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്, which more than 50 beds. 50 beds കൂടുതലുള്ളത് കേട്ടോ. മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റൽ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് 50 beds കൂടുതലുള്ളത് കേട്ടോ. HCO Health Care Organizations. അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. In main NAV guidebook standards has 10 chapters with 100 standards and 651 objective elements. NAVന്റെ ഗൈഡ് ബുക്ക് അത് സ്റ്റാൻഡേർഡ്സുകളില് 10 ചാപ്റ്ററുകൾ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താണ്? refers to a set goal for the performance. ഇനി അതിന്റെ ഓരോന്നും എന്താണ് ആ ഒരു സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. NAVന്റെ ഗൈഡ് ബുക്ക് അത് സ്റ്റാൻഡേർഡ്സുകളിൽ 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. Standard refers to set a goal for the performance. പെർഫോമൻസിനായിട്ടുള്ള ഗോൾസിനെ സെറ്റ് ചെയ്യുന്നു, അതാണ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് refers to a set goal for the performance. പെർഫോമൻസിനായിട്ടുള്ള ഒരു ഗോള് അതിനെ റെഫർ ചെയ്യാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇലമെന്റ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഇലമെന്റ്സ് under each standard and is used to monitor the performance. Performance നിർണ്ണയിക്കാനാണ് elements. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തോളണം കേട്ടോ. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ എന്താണ്? ടു എ സെറ്റ് ഗോൾ ഫോർ പെർഫോമൻസ്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു എന്ത്? സ്റ്റാൻഡേർഡ്. ഇനി എലമെന്റ്സോ comes under each standard. ഓരോ സ്റ്റാൻഡേർഡിന്റെയും കീഴിൽ വരുന്നതാണ് ആര്? എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഓരോ സ്റ്റാൻഡേർഡിന്റെയും കീഴിൽ വരുന്നതാണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണേ? ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. പെർഫോമൻസ് ആ പ്രകടനം എത്രത്തോളം ഉണ്ട് ഇത് മോണിറ്റർ ചെയ്യാനാണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. പെർഫോമൻസ് എത്രയുണ്ട്, ആ പ്രകടനം എത്രയുണ്ട് എന്നത് മോണിറ്റർ ചെയ്യാനാണ് ഓരോ എലമെന്റ്സും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ ഇതും നോട്ട് ചെയ്തോളണം കേട്ടോ. പറഞ്ഞത് ഏതാ? നമ്മള് NAVനെ 2 സെക്ഷൻ പറഞ്ഞില്ലേ നമ്മൾ തിരിച്ചിരിക്കുന്നത്. NAV ഹോസ്പിറ്റലുകളെ 2 രീതിയിലാണ് തിരിച്ചേക്കുന്നത്, SHCO എന്നും HCO എന്നും. അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ NAVന്റെ ഗൈഡ് ബുക്കില് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ 10 ചാപ്റ്റർ ആണ്, 100 സ്റ്റാൻഡേർഡ് ആണ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അത് നോട്ട് ചെയ്യണം. ഓക്കെ, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? refers to a set goal for the performance. പെർഫോമൻസിനായിട്ടുള്ള ഒരു പ്രകടനത്തിനായിട്ടുള്ള ഒരു
ഒരു സെറ്റ് ഗോൾസ് എന്നാ പറഞ്ഞേക്കണം. ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനത്തിനായിട്ടുള്ള നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. ഇനി സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്നതാണ് ഇലവൻസ്. അത്രേ ഉള്ളൂ. ഇലവൻസ് കംസ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് യൂസ്ഡ് ടു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മോണിറ്റർ ദ പെർഫോമൻസ്. ഇനി അടുത്തത് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 1 or 2 are in core category. core category എന്ന് പറഞ്ഞാൽ പ്രധാന വിഭാഗം. പ്രധാന വിഭാഗം. Out of 651 objective elements, 1 or 2 are in dash category. ഇങ്ങനെയല്ല ചോദിക്കും. നാബിന്റെ ഇതിനകത്ത് NAB standards out of 651 objective elements 102 ഏതിന് വരുന്നതാണ്? കോർ കാറ്റഗറി എന്ന് വെച്ചാൽ പ്രധാന വിഭാഗം. പ്രധാന വിഭാഗം which are essentially evaluated during each assessment. അതെപ്പോഴാ നോക്കുന്നേ? ഓരോ അസസ്മെന്റിലും ഓരോ മൂല്യനിർണയ സമയത്തും വിലയിരുത്തപ്പെടുന്നതാണ്. ഇതാണ് കോർ കാറ്റഗറി, പ്രധാന വിഭാഗം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങള്? ഈ സ്റ്റാൻഡേർഡിനെ അളക്കാൻ ആരുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട് അവിടെ. സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്ന അപ്പൊ നാബിന് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നും തിരിച്ചില്ലേ? നാബിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡുകള് എങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പേഷ്യന്റ് സെന്റേർഡും ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡും ഉണ്ട്. ഇത് മൊത്തം പേഷ്യന്റ് സെന്റേർഡ് 5 എണ്ണം, ഓർഗനൈസേഷൻ സെന്റേർഡ് 5 എണ്ണം, അങ്ങനെ 10 ചാപ്റ്ററുകളാ വരുന്നത്. ഇപ്പൊ നിങ്ങള് നമ്മുടെ ഇപ്പൊ എച്ചയുടെ നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ എത്രയുണ്ട്? എത്ര മൊഡ്യൂളുണ്ട്? എത്ര മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ള എച്ചയില്? 4 മൊഡ്യൂള്. ഓക്കെ, ആ മൊഡ്യൂൾ എന്ന് പറഞ്ഞ സാധനം ചാപ്റ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 10 ചാപ്റ്റർ അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ആ ഒരു മൊഡ്യൂള്, ഒന്നാമത്തെ മൊഡ്യൂള് നിങ്ങൾ എടുത്തപ്പോ അതിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ കിട്ടി? അവിടെ 13 ചാപ്റ്റർ അല്ലേ ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ള നിങ്ങൾക്ക്, അല്ലെ? അപ്പൊ 13 ചാപ്റ്റർ. അപ്പൊ അതായത് മൊത്തം 4 മൊഡ്യൂളിലും 13 ചാപ്റ്റർ ഒന്നാമത്തെ, അല്ലെ? ആ രീതിയിലാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു മൊഡ്യൂളില് 13 ചാപ്റ്ററുകൾ അങ്ങനെയല്ലേ? പിന്നെ അടുത്ത മൊഡ്യൂളില്, പിന്നെ അടുത്ത മൊഡ്യൂളില്, പിന്നെ 4ാമത്തെ മൊഡ്യൂളില്, അങ്ങനെയൊക്കെ എടുക്കുന്നത്. ഇവിടെ അതുപോലെ നിങ്ങളുടെ മനസ്സിൽ വീണം. ആദ്യം എന്താ നമ്മൾ പറയുന്നത്? ചാപ്റ്റർ. എത്ര ചാപ്റ്റർ ഉണ്ട്? 10. ഇനി ആ ചാപ്റ്ററിന്റെ ഉള്ളിൽ സബായിട്ട് ആര് നിൽക്കണ്ട? അവിടെ സ്റ്റാൻഡേർഡുകൾ നിൽക്കണ്ട. ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം പേഷ്യന്റ് സെന്റേർഡും ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡും ഉണ്ട്. 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡും 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ 10 ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്റ്റാൻഡേർഡ് ഇല്ലേ? ആ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ വീണ്ടും ഉണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ചാപ്റ്റർ എത്ര ഉണ്ട്? 10. ഇനി അതിനകത്ത് എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്? 100 സ്റ്റാൻഡേർഡ് പറഞ്ഞത്. പേഷ്യന്റ് സെന്റേർഡ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് 5 എണ്ണം വീതം. ആ 5 എണ്ണത്തിലും പിന്നത്തെ 5 എണ്ണത്തിലും അങ്ങനെ അതിന്റെ ഉള്ളിൽ വരുമ്പോ സ്റ്റാൻഡേർഡുകൾ 100 എണ്ണം വരും. ഞാൻ പറഞ്ഞില്ലേ AAC1, AAC2, AAC3, AAC4 അങ്ങനെ 14 നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ AACയില്. അത് അങ്ങനെ ഓരോന്നും വരുമ്പോ അങ്ങനെ 100 സ്റ്റാൻഡേർഡ് വരും. ആ 100 സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാൻ പിന്നെ ആരവിടെ ഇരിക്കുന്നുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഇത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി 10 അടുത്ത ദിവസം എടുക്കാം കേട്ടോ. മൊത്തത്തില് ഞാൻ അങ്ങ് പറഞ്ഞു വരുന്നില്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കി വെച്ച് ഇനി പുതിയതായത് നമുക്ക് അടുത്ത ഇതിനകത്ത് എടുക്കാം. ഇത്രയും കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോളാം നിങ്ങൾ. ഈ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ റീഫോം ചെയ്യുന്നത് എപ്പോഴാ? എവരി 4 years. അണ്ടർലൈൻ ചെയ്തോ? ആ കാര്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 4 years. ഇനി അതിനകത്ത് നാബിന്റെ സ്റ്റാൻഡേർഡ്സുകള് അതിന് എന്താ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? അവര് പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ഡെലിവറി. ഓക്കെ, ആ 2 കാര്യം നോട്ട് ചെയ്തോ. പേഷ്യന്റ് സേഫ്റ്റിന്റെ ക്വാളിറ്റി ഓഫ് ഡെലിവറി. അതാണ് നാബിന്റെ ആണെങ്കിലും എംബ്ലത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം. അതാ 2 കാര്യങ്ങളാണ് എംബ്ലത്തിൽ കൊടുത്തേക്കണേ. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ഡെലിവറി, ക്വാളിറ്റി ഓഫ് സർവീസ്, ക്വാളിറ്റി, പേഷ്യന്റ് സേഫ്റ്റി. ഇനി
നാബ് എന്ന് പറഞ്ഞത് ഒരു ഓട്ടോണമസ് സ്വയംഭരണ ഇതാണ്, ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോൺ ആസ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ്, ഒരു ഭാഗമാണ് നാബ് എന്ന് പറയുന്നത്. അതായത് നാഷണൽ ലെവലില് നമ്മൾ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ്. നാബിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ആർക്കുടെ കീഴിലാണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് നാബ് എന്ന് പറയുന്നത്. ഈ നാബ് ഹോസ്പിറ്റലുകളെ രണ്ട് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ട് ഡിവിഷൻ ഉണ്ട്. SHCOയും HCOയും, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നാബിന്റെ ഗൈഡ് ബുക്കിലേക്ക് വരിക. അവിടെ 10 ചാപ്റ്റർ ഉണ്ട്. 10 ചാപ്റ്റർ എന്ന് പറഞ്ഞ എന്താ? 5 പേഷ്യന്റ് സെന്റേർഡും 5 ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്. മനസ്സിലായോ? അങ്ങനെയാണ് 10 ചാപ്റ്റർ അവിടെ വന്നേക്കണത്. 10 ചാപ്റ്റർ വന്നേക്കണത്. ഓക്കെ, ഈ 10 ചാപ്റ്ററിൽ എന്തുണ്ടെന്ന് അറിയോ? ഇപ്പൊ ഒന്നാമത്തെ 10 ചാപ്റ്ററിൽ AAC നമ്മൾ പറഞ്ഞില്ലേ? 10 ചാപ്റ്ററിൽ അതിനകത്ത് ഒന്നാമത്തെ വന്നത് പേഷ്യന്റ് സെന്റേർഡിൽ ഒന്നാമത്തെ AAC ആണ് വന്നത്. അതിന് വീണ്ടും തിരിച്ചുണ്ടെന്ന് AAC 1, AAC 2, AAC 3 അങ്ങനെ വീണ്ടും ഉണ്ട്. പിന്നെ അടുത്ത COPD ഉണ്ട്. അങ്ങനെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ആ പേഷ്യന്റ് സെന്റേർഡിൽ 5 വീണ്ടും തിരിച്ചുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് 100 സ്റ്റാൻഡേർഡ് കിട്ടുന്നത്. മനസ്സിലായോ? ആ ചാപ്റ്ററുകളെ വീണ്ടും തിരിച്ചേക്കാണ്. അന്നേരം നമുക്ക് അതിൽ എന്തുണ്ട്? 100 മാനദണ്ഡങ്ങൾ സ്റ്റാൻഡേർഡ്. ഇനി ആ 100 സ്റ്റാൻഡേർഡ്സിൽ വീണ്ടും എന്തുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതിന് സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യാൻ ആരുണ്ട് അവിടെ അളക്കാൻ? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് സ്കോർ കിട്ടിയാലാണ് സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടുള്ളൂ. സ്റ്റാൻഡേർഡിന് സ്കോർ കിട്ടിയാലാണ് ചാപ്റ്ററിന് സ്കോർ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. അത്രയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് ആ നാബിന്റെ ഗൈഡ് ബുക്കില് 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്, അത്രയൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ബുദ്ധിമുട്ട് പറഞ്ഞത് മനസ്സിലാക്കി വെച്ചാൽ മതി. അത്ര ഓർക്കുക. ചാപ്റ്റർ, സ്റ്റാൻഡേർഡ്, ഒബ്ജക്റ്റീവ് എലിമെന്റ്, അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ചാപ്റ്റർ നിൽക്കുന്നു, പിന്നെ അതിന്റെ ബാക്കിൽ സ്റ്റാൻഡേർഡ്, പിന്നെ അതിന്റെ ബാക്കിൽ ഒബ്ജക്റ്റീവ് എലിമെന്റ്. ചാപ്റ്റർ എത്ര? 10. പിന്നെ അതിന്റെ ഉള്ളില് സ്റ്റാൻഡേർഡ് ആയപ്പോ 100 വന്നു. അതിന്റെ പിന്നെ ഒബ്ജക്റ്റീവ് എലിമെന്റ് 651. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, എന്നാ വേറൊന്നുമില്ല. മോക്ക് ടെസ്റ്റ് ഇതിന്നുള്ളത് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്.